ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലോഷിക്ക് ലീവ് ഉള്ളപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും അലോഷി തന്നെയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനും പാച്ചും എപ്പോഴും അലോഷിയെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും, അലോഷിക്ക് ഒരു കട്ട സപ്പോർട്ട് എന്ന രീതിയിൽ. ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യൊന്നും വേണ്ട, പക്ഷെ ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് കണ്ടാൽ മതി അലോഷിക്ക്. ചില സമയത്തൊക്കെ ഞങ്ങളോട് ഇറങ്ങി പോവാനും പറയാറുണ്ട്. ഈ പാച്ചു കിടന്ന് ബഹളം വയ്ക്കും. മാമി നമ്മൾ രാവിലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ഉപ്പുമാവ് ഇതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാം നോക്കാം. ഞാൻ കാണിക്കൂല. വീഡിയോ ശരിക്കും ഈ വീഡിയോ എടുത്തത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തതല്ല കേട്ടോ. ഇത് എനിക്ക് റെഫറൻസിന് വേണ്ടി എടുത്തു വച്ചേക്കുന്നതാണ്. അലോഷിയുടെ രീതിയിലുള്ള ഉപ്പുമാവ്. അലോഷിക്ക് ഈ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. എപ്പം ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്താലും മറ്റേ പാലയിലും മമ്മിയുടെ അത്ര പോരാ, മമ്മി ഉണ്ടാക്കുന്നത് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിപ്പോൾ എല്ലാവരും കേൾക്കുന്നൊരു പൊതുവേ ഉള്ളൊരു പരിപാടി തന്നെയായിരിക്കും. അമ്മമാരുണ്ടാക്കുന്ന ആ ടേസ്റ്റ് എത്ര കളിച്ചാലും നമ്മളും ഉണ്ടാക്കി കിട്ടത്തില്ലല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് അലോഷിയെ കുറ്റം പറയാനും തോന്നാറില്ല. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. എല്ലാവർക്കും അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ ആരുണ്ടാക്കിയാലും. ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് പാച്ചുവിന് ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടണേന്ന്. അതായത് പാച്ചു ഇനി വലിയതൊക്കെ ആയി കഴിയുമ്പോഴേ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് എന്നൊക്കെ ഒന്ന് പറയാൻ അവനൊരു യോഗം ഉണ്ടായാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ പലപ്പോഴൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അലോഷി പറയാറുണ്ട്, പാച്ചുവിൻ്റെ ഒരു ഭാഗ്യേ, പാച്ചുവിന് ഇതൊക്കെ കഴിച്ചാൽ മതിയല്ലോ, ഇങ്ങനത്തെ നീ കുക്ക് ചെയ്യുന്ന കഴിക്കണ്ടല്ലോ എന്ന്. പക്ഷെ പാച്ചു ഞാൻ കുക്ക് ചെയ്യുന്നൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. കുറുക്കെന്താ ഞാനല്ലേ കുക്ക് ചെയ്യുന്നത്. അവധിയാണെങ്കിലും അലോഷിക്ക് ഒരിടം വരെ പോകേണ്ടതുള്ളതുകൊണ്ട് അലോഷി പോയി. ആ സമയം കൊണ്ട് ഞാൻ പാച്ചുവിനെ കുളിപ്പിച്ചു, അവനെ കിടത്തി ഉറക്കി. ഇനി ഈ ഒരു സമയത്ത് വേണം എനിക്കുള്ള പണികൾ ചെയ്യാൻ. ഇന്ന് രാവിലത്തെ ഉപ്പുമാവ് ഉണ്ടാക്കിയ ആ യുദ്ധക്കളം എനിക്കൊന്ന് വെടിപ്പാക്കി എടുക്കാനുണ്ട്. അതിന് കുറച്ച് സമയം എടുത്തു. കുറച്ച് മെനക്കെട്ട പണിപാട് തന്നെയാണ്. അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ അടുക്കളയിൽ പണിയാൻ കയറി കഴിഞ്ഞാൽ ഒരാൾ അലോഷി ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ വേറൊരാൾ ക്ലീൻ ചെയ്യാനും കൂടെ വേണം. ഇവരെന്തോരം പാത്രങ്ങളാണോ എടുക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കഴുകാനും അങ്ങനെയൊക്കെയുള്ള മടിക്ക് അങ്ങനെയൊന്നും എടുക്കത്തില്ല, മടി കാരണം. പാത്രം കഴുക്കെന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയിട്ട പരിപാടിയാണ് എൻ്റെ അമ്മോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉച്ചക്കത്തേക്ക്. ഇന്ന് എന്തായാലും അലോഷി ലീവാണല്ലോ, അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ കുക്ക് ചെയ്തതിൽ മോശമാവാത്തൊരു സാധനമാണ് ഗീ റൈസ്. അതിൽ ഞാൻ ഓക്കെയാണ്, അത് ഞാൻ പിന്നെ ഉണ്ടാക്കും. അതിൻ്റെ കൂടെയുള്ള കറിക്ക് ചിക്കൻ കറിയാണ് എൻ്റെ അടുത്ത ടെൻഷൻ. അത് എത്ര നോക്കിയാലും ഞാനിത് 3-ഓ 4-മത്തെയോ പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് വന്നിട്ടും എൻ്റെ ശരിയാകുന്നില്ല. പണ്ടൊക്കെ ഞാൻ കുക്ക് ചെയ്യുമായിരുന്നു, അപ്പോഴൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ ഞാനിങ്ങനെ ആത്മാർത്ഥത കൂടി ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം ഫ്ലോപ്പായി പോകും, ഒന്നും രസമാകത്തില്ല. പക്ഷെ ഞാനിങ്ങനെ അറിയാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടക്കറിയാന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നതോ നല്ല കറിയായിട്ട് പറയുകയും ചെയ്യും. പക്ഷെ ഇന്ന് വരെ ഞാൻ കുക്ക് ചെയ്തതില്ല എനിക്ക് മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കൂട്ടുന്നവർക്കാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്. എനിക്ക് അങ്ങനത്തെ തോന്നാറേ ഇല്ല. ഞാൻ എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കും, എനിക്ക് അങ്ങനത്തെ അഹങ്കാരമൊന്നുമില്ല. ഈ സമയം കൊണ്ട് ആലോചിച്ച് പോയി തിരിച്ചു വന്നു കേട്ടോ. എന്നിട്ടും എൻ്റെ പരിപാടി ഒന്നും ആയിട്ടില്ല. ഇനി പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർക്കണം. പാച്ചുവിനെ നോക്കാൻ വേണ്ടി ഒരാൾ കിടന്നത് അവസാനം ഉറങ്ങിപ്പോയി.